ബി.ജെ.പിയും അല്ലെങ്കിൽ ചില ബി.ജെ.പി നേതാക്കളും എൻ.എസ്.എസും തമ്മിലുള്ള പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായി. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, അതുപോലെ സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരൊക്കെ പ്രതികരിച്ചു. പക്ഷേ പല ബി.ജെ.പി നേതാക്കളും കൃത്യമായി പ്രതികരിച്ചില്ല. ഒരു സമുദായ സംഘടനയുമായി ഒരു പ്രശ്നമോ ഒരു പ്രതിസന്ധിയോ വേണ്ട എന്ന് അവർ തീരുമാനിച്ചു കാണുമായിരിക്കും. എന്തൊക്കെയായാലും ആ വിഷയം അല്പം ആറി തണുത്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ എൻ.എസ്.എസും മറുപടി അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എൻ.എസ്. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതിന് നിരവധി കാരണങ്ങൾ ഉണ്ട്. കാര്യം ഇതൊക്കെയാണെങ്കിലും കേരളത്തിൽ ജീവിക്കുകയാണെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുമായിട്ടോ അല്ലെങ്കിൽ സി.പി. രാധാകൃഷ്ണനെ പോലെ ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ടോ ഒന്നും പ്രശ്നങ്ങൾ വേണ്ട എന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ജി സുകുമാരൻ നായർ ഒന്നും പറയാത്തത്. ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായമോ ഉണ്ടായാൽ കൃത്യമായി മറുപടി പറയുന്നയാളാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് അത്ഭുതത്തോടെ കേരളത്തിലെ പൊതുസമൂഹം നോക്കി നിൽക്കുകയാണ്. ബി.ജെ.പി നേതാക്കളുടെ പ്രസ്താവനകളിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന തീരുമാനത്തിലാണ് എൻ.എസ്.എസ് നേതൃത്വം എന്ന് അറിയാൻ സാധിക്കുന്നു. രാഷ്ട്രീയ പാർട്ടിയുമായി അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ഏറ്റുമുട്ടേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ നിലപാട്. എൻ.എസ്.എസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഡൽഹി എൻ.എസ്.എസ് യൂണിയന്റെ പരിപാടിയിൽ വെച്ചാണ് ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും പ്രസ്താവനകൾ മറുപടി അർഹിക്കുന്നില്ല എന്ന വളരെ നനഞ്ഞ ഒരു മറുപടിയാണ് ജി സുകുമാരൻ നായർ നൽകിയത്. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് എൻ.എസ്.എസ് ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ചില രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ല. പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നം എന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർക്കുന്നു. സുരക്ഷയുടെ ഭാഗമായി നായയുമായിട്ടുള്ള പരിശോധന അംഗീകരിക്കാൻ ആവില്ല എന്നാണ് എൻ.എസ്.എസ് നിലപാട്. എൻ.എസ്.എസ് ക്ഷേത്രം പോലെ കാണുന്ന സ്ഥലമാണ് മന്നം സമാധി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ അദ്ദേഹത്തിന്റെ വിശദീകരണം ആയിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒരു കൊമ്പുകോർക്കൽ നടപടി വേണ്ട എന്ന് തന്നെ എൻ.എസ്.എസ് തീരുമാനിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു മിതത്വത്തിന്റെ അല്ലെങ്കിൽ ആ രീതിയിൽ അവർ പറഞ്ഞത് അവരുടെ അഭിപ്രായം, അതിന് പ്രത്യേകിച്ച് വലിയ പ്രതികരണമൊന്നും നടത്താനില്ല അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കാനില്ല എന്ന നിലപാട് ജി സുകുമാരൻ നായർ സ്വീകരിച്ചത് എന്തായാലും നന്നായി. ഇത്തരത്തിൽ എൻ.എസ്.എസ് എന്ന സമുദായ സംഘടന അത് സമുദായത്തിലെ ഓരോ അംഗത്തിൻ്റെയും സംഘടനയാണ്. ഒരു കേരളത്തിൻ്റെ പൊതുബോധവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ്. രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ തന്നെ ഇടപെടുകയും അവിടെ പോവുകയും ചങ്ങനാശ്ശേരി പെരുന്നയിൽ പോവുകയും ഇദ്ദേഹവുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പലവട്ടം കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചില വിഭാഗങ്ങൾ പറയുന്നത് പോലെ ജി സുകുമാരൻ നായർ പറഞ്ഞാൽ നായന്മാർ ഇന്നയാൾക്ക് വോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. എന്തായാലും ആ പ്രശ്നം ഇപ്പോൾ ഒന്ന് ആറിത്തണുത്തിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതികരണത്തിന് ഇല്ല എന്ന് തന്നെയാണ് എൻ.എസ്.എസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജി സുകുമാരൻ നായർ ഈ വിഷയത്തിൽ കാര്യമായി ഒന്നും ഇനി മിണ്ടാനും സാധ്യതയില്ല. അത് കഴിഞ്ഞത് കഴിഞ്ഞു, അവർ പറയേണ്ടത് പറഞ്ഞു, കേൾക്കേണ്ടത് കേട്ടു. അത് മാധ്യമങ്ങളിൽ ചർച്ചയായി. എന്നാൽ പോലും അതിനെ ഊതിപ്പെരിപ്പിക്കേണ്ട, അതിനെ വലിയ ഒരു സംഭവമാക്കി മാറ്റേണ്ട എന്ന നിലപാടിൽ ഒരു മിതത്വമാണ് ഇപ്പോൾ ജി സുകുമാരൻ നായരും എൻ.എസ്.എസ് നേതൃത്വവും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്.